നിങ്ങൾ ഇത് കണ്ടോട്ടെ. അപ്പോൾ ഇത് ത്രീ സിസ്റ്റേഴ്സ് എന്നാണ് പറയണത്. അപ്പോൾ ഇതൊരു കൃഷി രീതിയാണ്. അപ്പോൾ ഈ ത്രീ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ നമ്മുടെ ചോളം, പിന്നെ സ്കോഷ് എന്ന് പറഞ്ഞാൽ മത്തങ്ങയാണ് ഉദ്ദേശിക്കണത്. പിന്നെ ഉള്ളത് മറ്റേ മറ്റേ ബീൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോളവും മത്തങ്ങയുടെ പടമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഡയഗ്രാം. അപ്പോൾ ഇതിനെപ്പറ്റി അവർ പറയണമെന്ന് വെച്ചാൽ ഇത് അമേരിക്കൻ ഗോത്ര വിഭാഗക്കാർ, ആദിവാസികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷി രീതിയാണ്. അപ്പോൾ അത് ഇപ്പോൾ സെൻട്രൽ അമേരിക്കയിലും എല്ലായിടത്തും ഈ ഗോത്ര വിഭാഗക്കാർ പിന്തുടരുന്നൊരു കൃഷി രീതിയാണ്. അപ്പോൾ ഐഡിയ ഇതാണ്: ഈ ബീൻസ് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്തിട്ട് നൈട്രജൻ ഫിക്സേഷൻ നടത്തും, മണ്ണിൽ കൊണ്ടുവരും. അപ്പോൾ അത് ഈ ചോളവും മത്തങ്ങയും ഉപയോഗിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോളവും നല്ല പൊക്കമുള്ളതുകൊണ്ട് ഈ ബീൻസ് വിഭാഗത്തിന് അത് പടർപ്പാണ്, അതിന് നല്ല സപ്പോർട്ട് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മത്തങ്ങയുടെ ഇത് വരുമ്പോഴത്തേക്കും അതിന് വലിയ ഇലയുണ്ട്. അപ്പോൾ വീഡ്സിനെയൊക്കെ, കളയുടെയൊക്കെ നിയന്ത്രണം വരും. മണ്ണിൽ നിന്ന് വെള്ളം, ഈർപ്പം നിലനിർത്തും. അപ്പോൾ ഇവിടെ കോൺ എന്ന് പറഞ്ഞാൽ C4 പാത്വേ ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ്. അപ്പോൾ ഈ കോണിന് പകരം നമ്മുടെ നാട്ടിൽ ഇത് വല്ല ജോവാറോ മണിച്ചോളോ വെച്ചിട്ട് ഈ കൃഷി രീതി പരീക്ഷിക്കാവുന്നതാണ്.